ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, പൗരസ്ത്യ ആരാധന ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന 5 കാനോനിക നോമ്പുകളിൽ ഒന്നാണ് വിശുദ്ധ 3 നോമ്പ്. നിനുവ നിവാസികൾ അനുഷ്ഠിച്ച് അനുതാപത്തോടുകൂടെ രക്ഷ പ്രാപിച്ച നോമ്പായതുകൊണ്ട് ഇതിനെ നിനുവ നോമ്പ് എന്നും നാം വിളിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ യോനാ പ്രവാചകൻ്റെ പുസ്തകം 4 അധ്യായങ്ങളിലായി നൽകുന്ന പ്രധാന സന്ദേശം ദൈവം കരുണയുള്ളവനാണ് എന്നും ദൈവകൽപ്പനകളെ അതുപോലെ പാലിക്കുന്ന പ്രകൃതിയുടെ അനുസരണവും ദൈവവിളി കേട്ട് അനുസരിക്കാതെ അകന്നു പോകുന്ന മനുഷ്യനോട് ദൈവസ്നേഹം അവനെ പിൻപറ്റുന്നതും അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നവർക്ക് ദൈവകോപ ശിക്ഷ മാറ്റപ്പെടുന്നു എന്നുള്ളതും ആയ 4 സന്ദേശങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റ് അനവധി സന്ദേശങ്ങൾ ഈ ഭാഗത്തു നിന്ന് നാം ഉൾക്കൊള്ളുവാൻ കഴിയും. ഒന്നാമത്, ദൈവം വീണ്ടും വീണ്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, ദൈവകൽപ്പനയെ അതുപോലെ പാലിക്കുന്ന പ്രകൃതിയുടെ അനുസരണ മനോഭാവം. സമുദ്രവും കൊടുങ്കാറ്റും തെക്കൻ കാറ്റും തിമിംഗലവും ആവണക്കും ഒക്കെ ദൈവം കൽപ്പിച്ചു അനുസരിച്ചു എന്ന് നാം വായിക്കുമ്പോൾ ചരാചരങ്ങൾ ദൈവകൽപ്പനയെ അനുസരിക്കുന്നു എന്നുള്ള പാഠം ഈ ഭാഗം നമുക്ക് തരുന്നുണ്ട്. മറ്റൊന്ന്, ദൈവകൽപ്പനയിൽ നിന്ന് നമ്മെ അകറ്റുന്ന കപ്പലുകൾ ഇന്നും എപ്പോഴും തീരത്ത് ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. കൂലി കൊടുത്ത് തർസീസിലേക്കൊരു യാത്ര ഇന്നും നമ്മുടെ മുമ്പിൽ സാധ്യമായിട്ടുണ്ട്. മറ്റൊരുവൻ കൂലി കൊടുത്ത് കൂലി വാങ്ങി തൻ്റെ ഗുരുവിനെ ഒറ്റി കിട്ടിയ പണം കൊണ്ട് ഒരു മുഴം കയറ് വാങ്ങിയ കഥയും തിരുവചനത്തിൽ നാം വായിക്കുന്നു. കാശ് കൊടുത്ത് കൂടെ കൂട്ടുന്ന ദുശ്ശീലങ്ങൾ നമ്മളെ ഏതറ്റം വരെ കൊണ്ടുപോകുന്നുവെന്നും നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്ന യോന വിളിച്ചുണർത്തിയവർ ചോദിച്ച ചോദ്യം കേട്ട് നടുങ്ങിപ്പോയി. പ്രതിസന്ധികളുടെ നടുവിലും ഇന്നും അതേ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കപ്പെടുന്നുണ്ട്. നീ ആരാണ്? നീ ഏത് ദേശക്കാരൻ? നീ ഏത് ജാതിക്കാരൻ? നീ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ? ഈ ചോദ്യങ്ങളുടെ ഉത്തരം പുതിയൊരു അനുഭവ തലത്തിലേക്ക് യോന എന്ന പ്രവാചകനെ കൊണ്ടുപോയി. ആകാശവും ഭൂമിയും കരയും കടലും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തെ ഭുജിച്ചു വരുന്നവൻ ഞാനെന്നുള്ള ബോധ്യം, സാക്ഷ്യം പ്രവാചകനുണ്ടായി. നിനവേ നോമ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അനുതാപത്തിലൂടെ ദൈവസ്നേഹത്തെ, ദൈവകരുണയെ പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ഇടവക ഈ വരുന്ന 26, 27, 28 തീയതികളിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസങ്ങളായി വിശുദ്ധ 3 നോമ്പ് ഭക്തിപൂർവ്വം ആചരിക്കുകയാണ്. 25-ാം തീയതി, അതായത് ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗവും, 26-ാം തീയതി തിങ്കളാഴ്ചയും 27-ാം തീയതി ചൊവ്വാഴ്ചയും 3 ദിവസം സന്ധ്യാനമസ്കാരവും ഗാനശുശ്രൂഷയും അതേ തുടർന്ന് ധ്യാനയോഗങ്ങളും നടക്കുകയാണ്. ബുധനാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാനയോടുകൂടി 3 നോമ്പിൻ്റെ സമാപനത്തിലേക്കും നമ്മൾ വരും. ഇടവകയിൽ കുഞ്ഞുകുട്ടിയാവാല വൃദ്ധം ഈ 3 ദിവസത്തെ അനുതാപത്തിൻ്റെ നോമ്പ് ആചരിച്ച് വിശുദ്ധിയോടുകൂടെ വലിയ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഒരുക്കമായി ഈ 3 ദിനങ്ങളെ കാണണം. ഈ വർഷത്തെ നമ്മുടെ 3 നോമ്പ് ധ്യാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രശസ്ത സുവിശേഷകനായ റവറൻഡ് ഫാദർ സോലു കോശിയാണ്. ഈ ദിവസങ്ങളിലെ ആരാധനകളിലും വചന പ്രഘോഷണങ്ങളിലും വന്ന് സംബന്ധിച്ച് ആത്മീയ ജീവിതം ബലപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവകൃപ നമ്മുടെ എല്ലാവരുടെ മേലും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.